ഓക്കെ ടീച്ചേഴ്സ്, നമ്മുടെ ബാച്ച് 11ന്റെ 9ാമത്തെ ക്ലാസ് ആണ്, ഡേ 9. നമ്മൾ ഇന്നത്തെ ദിവസം ടീച്ചിങ് മാനുവലാണ് തയ്യാറാക്കാൻ പഠിക്കുന്നത്. AI സഹായത്താൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പഠിക്കും. ഡേ 2ന്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി. അപ്പോൾ പറഞ്ഞിരുന്നു പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് പഠിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ B11 ബാച്ചിൽ ഡേ 9 അതിന്റെ പ്രോംപ്റ്റ് ഒക്കെ നോട്ടും പ്രോംപ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഒന്ന്, ഒരു ഹാൻഡ് ബുക്ക് വേണം. നമ്മൾ ഹാൻഡ് ബുക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ ടീച്ചിങ് മാനുവൽ എഴുതുക. അതിനോടൊപ്പം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. പിന്നെ ഒരു ടീച്ചിങ് മാനുവലിലെ സാമ്പിൾ ടീച്ചിങ് മാനുവൽ. ഇത് മൂന്നും വെച്ചായിരിക്കും നമ്മൾ മാനുവലായിട്ട് എഴുതുന്നത്. സാധാരണ കൈകൊണ്ട് എഴുതുമ്പോൾ ഇതും ഗൈഡുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഒരുപാട് സഹായികൾ വേറെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് എയുടെ സഹായത്തിൽ ചെയ്യാൻ നോക്കി ഈ മൂന്ന് സാധനങ്ങളും മതി. ഏതൊക്കെയാണ്? ഹാൻഡ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ. വളരെ സിമ്പിളാണ്. ഓക്കെ. അപ്പോ പല പല മെത്തേഡിൽ പലരും ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്? ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാറുണ്ട്. നമ്മുടെ ഈ AI സോഫ്റ്റ്വെയറായ ChatGPT, ജെമിനി അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ഇതിനുകൾക്ക് ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ സൗജന്യമായിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? സൗജന്യമായിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ചാറ്റ് ബോട്ടുകൾക്കും ഒരു നമുക്ക് കുറച്ച് റേഷൻ പോലെ ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. അത് തീരുമ്പോഴാണ് നമ്മളെടുത്ത് പറയണത്. എന്ത് പറയും? ഇന്ന് ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക, നാളെ ചെയ്യാം, ഇത് ഇനി അടുത്ത് നാളെ ചെയ്യാന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ക്രെഡിറ്റ് തീരുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, എങ്ങനെ കുറച്ച് ക്രെഡിറ്റ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് എടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് മുന്നേ ഉള്ള മുന്നൊരുക്കം മാത്രമേ ഇത്തിരി മെനക്കെടുള്ള പരിപാടികളുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഹാൻഡ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, റഫറൻസ് ടീച്ചിങ് മാൻ. ഇത്രയും നമ്മൾ തയ്യാറാക്കി വെക്കാം. തയ്യാറാക്കി വെക്കുമ്പോൾ ഏറ്റവും ചെറുതാക്കി വെക്കാം. ഏറ്റവും ചെറുതാക്കി വെക്കാം. നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് ഹാൻഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ. ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഹാൻഡ് ബുക്കും ടെക്സ്റ്റ് ബുക്കും നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ സേവ് ചെയ്ത് വയ്ക്കുക. അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് 3ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷാണ്. 3ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇത് ഫുൾ ഹാൻഡ് ബുക്കാണ് കേട്ടോ. ഫുൾ ഹാൻഡ് ബുക്കാണ്. മൊത്തം 137 പേജ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ട് എടുത്താൽ പോയി, അല്ലേ? അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ പറയട്ടെ. ഈ ഫുൾ ഹാൻഡ് ബുക്ക് നമ്മൾ ഈ ChatGPT കൊടുത്തിട്ട് പറയും, എനിക്ക് ഈ യൂണിറ്റ് 1 മാത്രം സെപ്പറേറ്റ്, ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റ് 1 മാത്രം സെപ്പറേറ്റ് ചെയ്ത് തരാൻ പറ്റും. വളരെ സിമ്പിൾ പ്രോംപ്റ്റ് ആണ്. എന്താ ചെയ്യാൻ പോണേ? പ്ലസ് ക്ലിക്ക് ചെയ്ത് ഫുൾ. ഇപ്പൊ നമ്മളൊരു പുതിയ കാര്യം, പുതിയതാണോ ചിലപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നാലും പുതുതായിട്ട് പറയുന്നത് പോലെ പറയാം. നമ്മൾ ChatGPT അല്ലെങ്കിൽ ജെമിനി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബുക്കിൽ നിന്ന് ഒരു യൂണിറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇതെവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു, എനിക്കൊരു ധാരണ ഉണ്ടായത്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലല്ലേ ചെയ്തേ. ഇംഗ്ലീഷ് ഹാൻഡ് ബുക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തേ. സോറി, ഹാൻഡ് ബുക്ക് അല്ല, സംസാരത്തിന്റെ ഇടയിൽ അത് ഹാൻഡ് ബുക്കാണ്. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മൾ മൂന്നും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പഠിച്ചാൽ മതിയല്ലോ. എങ്ങനെയാണ് ഒരു യൂണിറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ ടെക്സ്റ്റും സെപ്പറേറ്റ് ചെയ്താൽ മതി. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കും. ഫുൾ ഹാൻഡ് ബുക്കാണ് ഈ കാണിക്കുന്നത്. ഇംഗ്ലീഷ് ഹാൻഡ് ബുക്ക്.
കണ്ടല്ലോ. ഐ നീഡ് എക്സ്ട്രാക്ട്. യൂണിറ്റ് 1 as സെപ്പറേറ്റ് PDF. ഒരു സെപ്പറേറ്റ് PDF ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. സെപ്പറേറ്റ് PDF ആയിട്ട് കിട്ടും. സിമ്പിൾ പ്രോബ്ലം അല്ലേ? അപ്പൊ ആര് എനിക്ക് വേണ്ടി ചെയ്ത് തരും? ChatGPT ചെയ്ത് തരും. നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചാൽ ഒരുപാട് മെത്തേഡിൽ ഇങ്ങനെ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ChatGPT കൊണ്ട് നമ്മൾ ഈ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ 27 മുതൽ 54 പേജ് വരെ എന്നാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. 27 പേജ് മുതൽ 54 വരെ യൂണിറ്റ് 1 ടെൻഡർ ടച്ച് ഇംഗ്ലീഷ് ടീച്ചർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് PDF ആയിട്ട് കിട്ടി. എന്തെളുപ്പം! ഒരു യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. എന്താ സംഭവം? എന്തോ സംഭവിച്ചു. ആ, ഓക്കെ, ഒന്നും സംഭവിച്ചു. ഇതായിരിക്കും നമ്മൾ കൊടുത്ത PDF, അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയേ. നമുക്കിതൊന്ന് എല്ലാം ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം. സംഭവം ശരി തന്നെയെന്ന് അറിയണോ? എല്ലാ ഫയലുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്നു നോക്കാം. കറക്റ്റായിട്ട് കിട്ടിയോ? ആണ് വിശ്വസിക്കാൻ പറ്റും. യെസ്, യൂണിറ്റ് 1 ടെൻഡർ ടച്ച്. ഫസ്റ്റ് സംഭവമൊക്കെ 28 പേജ് കാണിക്കുന്നുണ്ട്. ഫുൾ യൂണിറ്റ് വന്നിട്ടുണ്ടാവും. ഹാൻഡ് ബുക്ക് കിട്ടിയേ. ഈ മെത്തേഡിൽ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും. എല്ലാ PDF-ഉം സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഫുൾ PDF കൊടുക്കുക, അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടു. ഓക്കെ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കൊടുക്കണേ? നമുക്ക് നേരിട്ട് അങ്ങ് കൊടുക്കൂടി ChatGPT അല്ലെങ്കിൽ ജെമിനിയിൽ അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലോഡിൽ. അപ്പോൾ നമ്മൾ വലിയൊരു സൈസ് നിന്ന് ചെറിയ ഒരു സൈസ് ആക്കി വയ്ക്കുക. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ചെറിയ സൈസ്. നമുക്ക് സൈസും കൂടെ ഒന്ന് പറഞ്ഞു പോയത് നന്നായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? ഈ ഫുൾ ഹാൻഡ് ബുക്കിന്റെ സൈസ് എത്ര കാണിക്കുന്നത്? 2092 KB, ഏകദേശം 2 MB ഉള്ള വലിയൊരു സൈസുള്ള ഒരു ഹാൻഡ് ബുക്കാണേ. നമുക്ക് ഇവർ തയ്യാറാക്കി തന്ന എന്റെ സൈസ് എത്രയാണ്? 564 KB ഉള്ളൂ. ചെറുതാ. 2 MB ഇവിടെ കിടക്കുന്നു, 564 കുഞ്ഞൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കുഞ്ഞു കുഞ്ഞു സൈസുകളാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇവരെ സമീപിക്കാൻ വേണ്ടി. ആരെ? ഈ AI ടൂളുകളെ സമീപിക്കാൻ വേണ്ടി. അപ്പോൾ PDF ഒരു ഫുൾ ഹാൻഡ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇതിൽ പഠിച്ചത്. എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കല്ലേ ഹാൻഡ്. ഇനി നമ്മൾ ക്ലോഡ് പരിചയപ്പെടാൻ പോവാം. ക്ലോഡ് എന്ന് പറയുന്നത്, ക്ലോഡ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. ഈ കാണുന്നതാണ് ക്ലോഡിന്റെ ആപ്പ്. ക്ലോഡ് നമ്മുടെ ഈ കൊറോണയുടെ പോലത്തെ സിമ്പിളുള്ള ഓറഞ്ച് കളറിൽ. ഇത് ആള് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര വർക്കാണ്. അതാണ് എനിക്ക് ക്ലോഡ് എപ്പോഴും ഞാൻ ഇങ്ങനത്തെ നമ്മൾ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ക്ലോഡാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ടീച്ചിങ് മാനുവലുകൾ പോലുള്ള സാധനം. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ നേരത്തെ കംപ്രസ് ചെയ്തില്ലേ, ചെറിയ ഫയലാക്കിയില്ലേ, ഹാൻഡ് ബുക്ക് ചെറുതാക്കി. അതുപോലെ ടീച്ചിങ് മാനുവൽ അല്ല, ടെക്സ്റ്റ് ബുക്ക് ചെറുതാക്കണം.
കംപ്രസ് ചെയ്ത് അതിനകത്ത് ഇട്ടാൽ അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. പ്രോംപ്റ്റ് വേണം. പ്രോംപ്റ്റ് എവിടെ കിടപ്പുണ്ട്? നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. പ്രോംപ്റ്റ് ഞാൻ കാണിച്ചു തരാമേ. പ്രോംപ്റ്റ് തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. യു ആർ എൻ എക്സ്പേർട്ട് SCRT കേരള കരിക്കുലം ഡിസൈനർ. ഇതിലെ ഏറ്റവും വർക്ക് നമുക്ക് ഇതിലോട്ട് കടക്കുന്നതിന് മുന്നേ ഉള്ള ഈ പറഞ്ഞ പോലെ ഏതാ നമ്മളത് കട്ട് ചെയ്യണം. PDF അത്രയും കട്ട് ചെയ്യുക എന്നുള്ളതാണ് വർക്ക്. മറ്റേ നമുക്ക് വല്ലല്ലോ വർക്ക്. AI AI തയ്യാറാക്കി തരും. അപ്പൊ ഇതിൽ തുടങ്ങി ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ കിടക്കുകയാണ്. B11 ബിക്കം എ സ്മാർട്ട് ടീച്ചർ. ഇതിന്റെ എൻഡ് വരുന്ന ഈ ഡോട്ടഡ് ലൈനിന്റെ ഇവിടം വരെ. ഇതിനകത്ത് അവർ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്ക്. ഈ ടീച്ചിങ് മാനുവലിൽ തയ്യാറാക്കി തരുമ്പോൾ യൂണിറ്റ് ഓവർവ്യൂ വേണം, എല്ലോ വേണം, കണ്ടന്റ് സമ്മറി വേണം, ഡീറ്റെയിൽഡ് പീരീഡ് വൈസ് ലെസൺ പ്ലാൻ വേണം, വാമപ്പ് ആക്ടിവിറ്റി വേണം, ടീച്ചർ ടോക്ക് വേണം. അതായത് ഞാൻ മാക്സിമം ഉള്ള നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ അത്ര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തതിന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം വെറുതെ അങ്ങ് റിമൂവ് ചെയ്ത് വിട്ടാൽ ഞാൻ എല്ലാം ഇട്ടു തന്നെയാവും. ഓക്കെ, കോപ്പി എടുത്തു. നമ്മുടെ ക്ലോഡ് ഇതാണ്. ക്ലോഡ് ക്ലോഡ് പ്രത്യേകമൊന്നുമില്ല. സാധാരണ ChatGPT പോലത്തെ ഒരു സാധനം തന്നെ. ഗൂഗിൾ എടുക്കുന്നു, ക്ലോഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് AI സോഫ്റ്റ്വെയർ കാണുന്ന പോലെ ഈ ഇമെയിൽ വെച്ച് അത് കയറിപ്പോ. നമ്മളുടെ ഇമെയിൽ ID ചോദിക്കും. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. കണ്ടോ? കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നുണ്ട്. അക്സെപ്റ്റ് ഓൾ കുക്കീസ്. ഇമെയിൽ നമ്മൾ സെലക്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഇമെയിൽ വെച്ച് കണ്ടിന്യൂ. ഇതും ആപ്പിലും നമ്മളടുത്ത് ചോദിക്കും ആദ്യത്തെ ഒരു തവണ. അത്രേ ഉള്ളൂ. അത് ഓപ്പണായി വരും. ഇവിടെ എന്തോ ഒരു ബട്ടൺ കൂടെ വരാനായിട്ടതാണ്. ഹാങ്. അതെ, ഇവനാണ് കറങ്ങിക്കൊണ്ട്. ഓക്കെ, അത് കറങ്ങി തീരുമ്പോൾ ക്ലൗഡിന്റെ ഇന്റർഫേസ് ഒക്കെ സെയിം അല്ലേ? ChatGPT ആയിട്ട് ഏകദേശം സാമ്യമുള്ളതാണ്. ഈ സൈഡില് നമ്മുടെ പഴയ ചാറ്റുകളൊക്കെ അതിനകത്ത് കാണാം. ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ PDF ഇതിനെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇതിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇനിയും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കംപ്രസ് ചെയ്താൽ നന്നായിരിക്കും. PDF ഫയലിലാണ് കിടക്കുന്നത് അല്ലെ? PDF ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറുതാവും. നമുക്ക് ചിത്രങ്ങളൊന്നും വേണ്ട അതിനകത്ത്. ടെക്സ്റ്റിന്റെ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടെ കംപ്രസ് ചെയ്ത് വയ്ക്കും. അപ്പൊ ടെക്സ്റ്റ് ആക്കാനും ഇതിന്റെ അടുത്ത് തന്നെ പറഞ്ഞു തന്നാൽ ChatGPT അടുത്ത് പറഞ്ഞാൽ മതി, ഐ നീഡ് ടെക്സ്റ്റ് ഫോർമാറ്റ്, TXT ഫോർമാറ്റ്. അപ്പൊ ഈ യൂണിറ്റിനെ കുറച്ചും കൂടെ ചെറുതാണ്. അപ്പൊ ഏറ്റവും കംപ്രസ് ചെയ്യുക, അവിടെയാണ് വിജയം. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ AI പോകുന്നതിന് മുന്നേ, AI അടുത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ കണ്ടന്റുകളൊക്കെ ചെറുതാക്കി വെക്കണം. ഇപ്പൊ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് അത് ടെക്സ്റ്റും തയ്യാറാക്കുക. കണ്ടോ? Unit 1 ടെൻഡർ ടച്ച് ഇംഗ്ലീഷ് ടീച്ചർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് അതിനെയും ചെറുതായി തന്നു. നേരത്തെ 500 സംതിങ് KB കാണിച്ചെങ്കിൽ ഇപ്പൊ അതിനേക്കാളും ചെറുതായി. ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ തയ്യാറാക്കി അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാം ഇത് കണ്ടോ, ടെക്സ്റ്റ് ഫയലാണ്. ഹാൻഡ് ബുക്കിന്റെ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് ഈ കാണുന്നത്. ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. ടെൻഡർ ടച്ച് കണ്ടോ, 28 പേജാണ് ഉള്ളത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതാണ് ഇത്. ഇത് നമ്മൾ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം. അതിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കിയതാണ് ഇത്.
എല്ലാം ടെക്സ്റ്റ് ഫോം ആദ്യം PDF ആക്കുക, പിന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് മാറ്റുക. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുള്ളൂ, പക്ഷെ AI മനസ്സിലായി പോകും. അപ്പൊ കംപ്രസ് ചെയ്യാൻ പഠിച്ചേ. ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ, പിന്നെ ഒരു ടീച്ചിങ് മാനുവലും കൂടെ ഉണ്ട്. ടീച്ചിങ് മാനുവൽ കാണിച്ചു തരാം. നമ്മൾ ഒരു സാമ്പിൾ ടീച്ചിങ് മാനുവൽ വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്ന് ഓപ്പൺ ആക്കി കണ്ട് ട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. ഈ ഹാൻഡ് ബുക്ക് ഓക്കെ ആണോ? ദിസ് ഡോക്യുമെന്റ് ഈ കണ്ടന്റ് ഫീൽഡ് റെഫർ ടു അതർ ഫയൽസ്. മൂന്നെണ്ണം കണ്ട് ഹാപ്പി ആയിട്ട് വേണം പോവാൻ. 15 മിനിറ്റ് നമ്മൾ കഴിഞ്ഞു. ഒരു സാമ്പിൾ ടീച്ചിങ് മാൻ. ഓക്കെ, ഒരു ടീച്ചിങ് മാനുവൽ സാമ്പിൾ ആയിട്ടുള്ള ചെയ്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും ഒന്ന് അറ്റാച്ച് ചെയ്ത് തരട്ടെ. ഈ ടീച്ചിങ് മാനുവല്, ഹാൻഡ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ഈ മൂന്നെണ്ണം നമ്മുടെ ക്ലാസ് റൂമിനകത്ത്, Day 9 ക്ലാസ് റൂമിനകത്ത് അറ്റാച്ച് ചെയ്യും. ഇപ്പൊ എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുന്നവർക്ക് നോക്കാം. ഇതാണ് ഏറ്റവും സേഫസ്റ്റും ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. സാധാരണഗതിയിൽ ഈ AI വെച്ച് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ടേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്തായിരുന്നു പ്രശ്നം? ഭയങ്കര ഹെവിയാണ്. കാരണം 4 MB 5 MB ഒക്കെയാണ് ഓരോ ഹാൻഡ് ബുക്കിന്റെ സൈസ്. 12 MB ഉള്ള ഹാൻഡ് ബുക്കുകൾ വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ അത്രയും ഹെവി ആയിട്ടുള്ള സാധനം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കി തരാൻ പറയുമ്പോഴത്തേക്കും കുറച്ചു നേരം കറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കും. പിന്നെ എന്ത് ചെയ്യും? ഉത്തരം നമുക്ക് കിട്ടി. ടീച്ചിങ് മാനുവൽ, സാമ്പിൾ ടീച്ചിങ് മാനുവൽ, ഹാൻഡ് ബുക്ക്, ടെക്സ്റ്റ്, ഇത്രയും മൂന്നെണ്ണം ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യണേ. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് വേയും നമുക്ക് കുറച്ച് ക്രെഡിറ്റ് നമ്മുടെ പോകത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ പ്രോംപ്റ്റ് കിടക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ് റൂമിലാണ്. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പ്രോംപ്റ്റിന്റെ താഴെ ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്. ഒരു അണ്ടർലൈനും കൂടെ കിടപ്പുണ്ടേ. ഈ എല്ലാം വേണ്ട, കുറച്ച് മലയാളത്തിന്റെയാണ്. മലയാളത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു വര, ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. താഴോട്ട് മലയാളം ടീച്ചിങ് മാനുവൽ. ഇത് ഇത്രയും മലയാളത്തിന്റെ. ഓക്കെ, കോപ്പി എടുത്തു. നമ്മുടെ ക്ലോഡിലോട്ട് വരെയാണ്. ക്ലോഡിൽ പേസ്റ്റ് ചെയ്തു. ക്ലോഡിൽ നമുക്ക് വേർഷൻസ് ഉണ്ടേ, അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതില് ഫേബിൾ 5 ഇതെല്ലാം നമ്മൾ പ്രോ വെർഷനിൽ വരുന്നതാണ്. നമുക്കൊരു Sonnet 5 എന്ന് പറയുന്ന ഫ്രീ വെർഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള Sonnet 5 ഉപയോഗിച്ച് നമുക്ക് ചെയ്യും. പ്രോംപ്റ്റ് കിടപ്പുണ്ട്. പ്രോംപ്റ്റിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. നിങ്ങളൊരു എക്സ്പേർട്ട് SCRT കരിക്കുലം ഡിസൈനർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എനിക്കൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരണം എന്നാണ് പറയണേ. അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടന്റ് സമ്മറി, അത് ഇത് ചപ്പു ചവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഏറ്റവും അവസാനമായിട്ട് ഔട്ട്പുട്ട് എനിക്ക് ഡോക്എക്സ് ഫോർമാറ്റിലാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഡോക്എക്സ് ഫോർമാറ്റ് വേണ്ടത്? എനിക്ക് പിന്നീട് എഡിറ്റ് ചെയ്യണം. ഒരു ടീച്ചിങ് മാനുവൽ മാത്രം തയ്യാറാക്കി തന്നാൽ പോരല്ലോ ടീച്ചേഴ്സ്, നമുക്കത് എഡിറ്റ് ചെയ്യും വേണമല്ലോ. നോക്കാം നമുക്ക് ഈ പ്രോംപ്റ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഉണ്ടെന്ന് നോക്കാം. അപ്പം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇനി അറ്റാച്ച് ചെയ്യാനുണ്ട്. അറ്റാച്ച് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫയൽസ് ആൻഡ് ഫോട്ടോസ് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്ത 1 2 3 മൂന്നെണ്ണം സെയിം ഫയലുകൾ ഞാനിവിടെ ഇനി സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് മറ്റൊരു കാര്യം, ഇതുവരെ നമ്മൾ ചെയ്ത AI ചാറ്റ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഈ ക്ലോഡിൽ നമ്മൾ പ്രൊസീജിയർ എല്ലാം സെയിം ആണേ.
ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ലോഡിന്റെ പ്രത്യേകത ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ക്ലോഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇവരെ രണ്ടുപേരെക്കാളും, ചാറ്റ് ജി പി ടിക്കാളും ജെമിനിയേക്കാളും അഡ്വാൻസ്ഡ് ടൂളാണ്. അത് പെയ്ഡാണ്, എല്ലാം പെയ്ഡാണ്. ഇതിന്റെ പ്രോ വെർഷൻസ് കുറച്ചും കൂടെ ഹൈ എൻഡ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടും. സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ടൈം എടുത്ത് അനലൈസ് ചെയ്ത് ഒരു പക്ക റിസൾട്ട് കിട്ടും. നമ്മളിതിൽ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമ്മളെ ടീച്ചിങ്ങിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിർദ്ദേശങ്ങളൊക്കെ അതിനകത്ത് തരും. ഓക്കെ, നമുക്ക് ആ ടീച്ചിങ് മാനുവൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ ഒരിടത്തും ഇങ്ങനത്തെ ടീച്ചിങ് മാനുവൽ കണ്ടിട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മുടെ ഇതിന് മുന്നത്തെ ബാച്ചുകാരൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ടീച്ചിങ് മാനുവൽ വന്നു തുടങ്ങി. പിന്നെ ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചു എന്ന് വെച്ചു, നിങ്ങൾ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ടീച്ചിങ് മാനുവൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കും. അങ്ങനെ ഒരു ശൈലി നമുക്കുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും ആരും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. നമ്മള് മറ്റുള്ളവരൊക്കെ അപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തി പഠിച്ചൊക്കെ എടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലോഡാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്ലോഡ് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. റെവല്യൂഷൻ കൊണ്ടുവന്ന കമ്പനിയാണ്. AI ലോകത്ത് റെവല്യൂഷനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. എന്താണ് വ്യത്യാസം? ചാറ്റ് ജി പി ടിയിൽ നമുക്ക് ക്വിക്ക് ആയിട്ട് റിസൾട്ട്, ഈ പ്രോംപ്റ്റ് സെയിം നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ കൊടുക്കുക, ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. വെറുതെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്ത അത്രയും സാധനങ്ങൾ ചാറ്റ് ജി പി ടി കൊടുത്താൽ ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഞാനിത് കഴിഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്ത് കാണിച്ചു തരാമേ. സാധാരണഗതി ഞാൻ രണ്ടും ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഈ ക്ലോഡിൽ ഇങ്ങനെ ടൈം എടുക്കുന്നുണ്ട്, ഈ സമയം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടെ അവസാനത്തെ ക്ലാസ് മുതൽ അതൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരല്ലേ, അപ്പോൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറ്. ഒരെണ്ണത്തിന്റെ റിസൾട്ട് കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടിയിലൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഈ ഉം, എന്താ പറയുന്ന വാഹനങ്ങളിലെ ഫ്യൂവൽ പോലെയാണ് ഈ ഇതിനകത്ത് ടോക്കൺസ് എന്ന് പറയും. നമ്മൾ ഓരോ വേർഡ് പറയില്ലേ, ഇതൊരു വേർഡ് അങ്ങനെ ഓരോ വേർഡ് പറയണത് പോലെ ഈ AI ടോക്കൺസ് ആണ് മെഷറിങ് ചെയ്യാൻ വേണ്ടി എടുക്കുക. മനസ്സിലായി? നമ്മൾ എത്ര ഉപയോഗിച്ചു എന്ന് അത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് തീരുന്നത് ടോക്കൺ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് വളരെ കുറച്ച് ടോക്കൺസ് വരുന്ന രീതിയിലാണ് ചെയ്തത്. ഇത് ഡോക്കാണ്, ഇത് TXT ഫയലാണ്. വളരെ കുറച്ച് ടെക്സ്റ്റിന് വളരെ കുറച്ച് എടുക്കത്തുള്ളൂ. എന്നാൽ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാലോ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിനെയൊക്കെ ഞാനിപ്പം ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിങ്ങളുടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ടാറ്റ ബൈ ബൈ സി യു എന്ന് പറഞ്ഞ് നമ്മളെ ഓടിച്ചു വിടുവായിരുന്നു. നാളെ വരാൻ പറ. ഇപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കണ്ടന്റ് എടുത്തിട്ടുള്ളൂ. ഞാൻ റിലാക്സ് ആണ്, കാരണം എനിക്ക് ഒരു ജോലി ഇല്ലായിരുന്നു. കാരണം ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്നു. ഇത് ഞാൻ ടെക്സ്റ്റ് ഫയലാക്കി വെച്ചിരുന്നു, ഇതിനെ ടെക്സ്റ്റ് ഫയലാക്കി വെച്ചിരുന്നു. ഇത് ഡോക് എക്സ് ആയതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പൊ മുന്നേ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോയി ഒരു ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു ചോദ്യമുണ്ട്. അപ്ഗ്രേഡ് ടു കീപ് ചാറ്റിംഗ്, യു ഹിറ്റ് യുവർ 5 hour മെസ്സേജ് ലിമിറ്റ്, ഇറ്റ് റീസെറ്റ് അറ്റ് 1:28. ഇനി എനിക്ക് 1:20 AM എന്ന് പറഞ്ഞ ഇത്രയും നമുക്ക് ഇത്രയും ഇതാക്കി ചെയ്തിട്ട് പോലും എൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് ഇവര് പറയണത്. നമുക്ക് വഴിയുണ്ട്, ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷെ നോ ഇഷ്യൂ, നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു തവണ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ക്ലോഡ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ്. ഈ ക്ലോഡ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു.
മറ്റൊരു ക്ലോഡ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ സെയിം പ്രൊസീജിയർ ഒന്ന് പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ സോനെറ്റ് 5ന്റെ താഴത്തെ വേർഷൻ ഹെയ്ക്കു ആണ് എടുക്കാൻ പോകുന്നത്. ഹെയ്ക്കു എടുത്തിട്ട് അതിൽ കിട്ടും. ഡെസ്ക്ടോപ്പ് എവിടെയാ? ഡെസ്ക്ടോപ്പ് നമുക്ക് ഒത്തിരി സമയം പോയല്ലേ, അരമണിക്കൂറോളം പോയി. 1 2 3 ടീച്ചിങ് മാനുവൽ, ഹാൻഡ് ബുക്ക്, കുട്ടികളുടെ ടെക്സ്റ്റ് മൂന്നെണ്ണം അറ്റാച്ച് ചെയ്തു, സെൻഡ് ചെയ്തു. ഏറ്റവും കുഞ്ഞൻ വെർഷനാണ്, അടുത്ത ഏറ്റവും താഴത്തെ വെർഷൻ കൊടുത്തു. ഇനി ഇത് അനലൈസ് ചെയ്ത് തരട്ടെ. നമ്മൾ ഒന്ന് രണ്ട് തവണ ചെയ്തല്ലേ ഇപ്പൊ, ചെയ്ത ആ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഉറപ്പിച്ച് കാണും നിങ്ങൾ, അല്ലെങ്കിൽ ഉറച്ച് കാണും. ചാറ്റ് നമുക്ക് മലയാളം ജെമിനിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജെമിനി എടുത്ത് അതിനകത്ത് മലയാളം TM നമുക്ക് ജെമിനിയിൽ തയ്യാറാക്കാം. യ്യോ, അവിടെ പോയി. താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. എനിക്ക് കഴിഞ്ഞ തവണ കിട്ടി കേട്ടോ, സോണറ്റ് സെയിം സാധനമാണ്. ഞാൻ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ സോനറ്റ് എടുത്ത് വെച്ച് ചെയ്തത്, നേരത്തെ കണ്ട സോനറ്റ്. പക്ഷെ എന്തോ വിഷയം പറ്റി. ഈ AI മാറിക്കൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ബാച്ചിൽ ഞാൻ സോനറ്റ് 5 വെച്ചാണ് ചെയ്തത്, പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവർ മാറ്റിക്കൊണ്ടിരിക്കുക, ഡെയിലി ഇതിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. വരട്ടെ, എന്തായാലും നമ്മൾ നല്ലൊരു ടീച്ചിങ് മാനുവൽ ഒന്നും തയ്യാറാക്കും. ഇതില് സ്വാതന്ത്ര്യദിന ക്വിസിന്റെ ഒക്കെ ഉണ്ട്. അത് ഇതിന്റെ സഹായത്താലാണ് ചെയ്തത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ChatGPT-യിലൊക്കെ പറയുമ്പോൾ ഒരുപാട് തെറ്റ് വരും. ഇങ്ങനെ ക്വിസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തെറ്റുകൾ വരും അല്ലേ. പക്ഷേ ഇങ്ങനത്തെ ഈ ക്ലോഡ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് അതിനെ കൊണ്ട് തന്നെ റീചെക്ക് ചെയ്യാം. ഒരെണ്ണം തയ്യാറാക്കി തരും. ചിലപ്പോൾ ഒരു 100 എണ്ണം ഉള്ളതിൽ ഒന്നോ രണ്ടോ തെറ്റ് വരുവേ. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റ് നിങ്ങളെ കൊണ്ട് തന്നെ തിരുത്തിക്കാം. ഓക്കെ, അതിൽ നല്ല ഇതാണ്. ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം തെറ്റിയത് അത് എന്നെ കണ്ടുപിടിച്ച് തരും, ഞാൻ ചെയ്തതിൽ ഇന്ന സാധനത്തിനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് എന്താണ് ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. നമുക്ക് ഒത്തിരി സമയമുണ്ടല്ലോ. സമയം എടുക്കുന്നത് കൊണ്ടാണ്, ഒത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല, നമുക്ക് റിസൾട്ട് കിട്ടും, നല്ല റിസൾട്ട്. എന്റെ പ്രോംപ്റ്റ് എനിക്ക് 100 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യോത്തരങ്ങൾ വേണം. ചോദ്യോത്തരങ്ങൾ 2 തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണം. 2 തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെ 2 തവണ ക്രോസ് ചെക്ക് ചെയ്ത് തയ്യാറാക്കി തന്നതാണ്. ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗ്രൂപ്പിൽ വന്നത്. പിന്നെ ക്ലോഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട്സ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഫ്രൈഡേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു,
ഫ്രൈഡേ ഉള്ള റിവിഷൻ ക്ലാസ്സുകളിൽ ഇതിന്റെ ഡിസ്കഷൻസ് ഉണ്ടാ, ഇങ്ങനെ ക്ലോഡ് വെച്ചിട്ട്. കണ്ടോ അത്? നല്ലൊരു രസമായിട്ട് അത് തന്നിട്ടുണ്ട്. ആ PDF ഫയലാണ്. ചോദ്യ ഉത്തരം ഓരോന്നോരോ കളറിലാക്കി. നോക്കിക്കഴിഞ്ഞാൽ അക്ഷരത്തെറ്റുകളും കുറവാണ്. എനിക്കിതിൽ അങ്ങനെ അക്ഷരത്തെറ്റ് അധികം കിട്ടിയില്ല. കിട്ടി കിട്ടിയതായിട്ട് ഈ ഓർമ്മ ഒരു അക്ഷരത്തെറ്റുള്ളതായിട്ട് ചെറിയ ഈ ഈ റായും ടായും അങ്ങനെയൊക്കെ ഉള്ള ചിലത് മാത്രമേ പ്രശ്നങ്ങൾ വന്നായിട്ടുള്ളൂ. പിരിച്ചെഴുതി കാണിക്കും. അല്ലാതെ നല്ല റിസൾട്ടാണ്. എന്തായി? എ ബിറ്റ് ലോങ്ങർ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. കഴിഞ്ഞ കേട്ടോ. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡില് സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് ടെൻഡർ ടച്ച് എത്ര സമയം എടുത്തു? എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് എന്തോ എടുത്തു. 23-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. നമുക്കൊരു കിടിലം ടീച്ചിങ് മാനുവലാണ് തോന്നുന്നു. എന്തായിരുന്നാലും നമ്മൾ അനലൈസ് ചെയ്യാം. ഡൗൺലോഡ് കൊടുത്ത് ഇപ്പോൾ സൈഡിലൊരു പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ക്ലിയർ ആണോ. ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ഇത്രയും കാത്തിരുന്ന് കിട്ടിയ മുത്തല്ലേ. ഡൗൺലോഡ് ചെയ്തതല്ലേ. സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് യൂണിറ്റ്. ഇത് ഓപ്പൺ. അതിനെ ഓപ്പൺ ആക്കി വെക്കണതാണ് നല്ലത്. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടായി. ഉം. അപ്പോൾ അനലൈസിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അതാണ്. നമ്മളെ ചെയ്യുന്നതിന് മുന്നേ PDF ഒക്കെ ചെയ്ത് തന്നത് കറക്റ്റ് തന്നെയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ടീച്ചിങ് മാനുവൽ കിട്ടിയിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തൊക്കെ നോക്കണം. ഉം, 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 ഉം. എവിടെയാണ് ഡൗൺലോഡ്സിൽ? ഇതാണ് സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 1. ഇതെന്താ കാണിക്കണേ? വേർഡിന്റെ പ്രശ്നമാണ് കേട്ടോ. ശരി. നോക്കാം. നമുക്ക് വേറെ ഫോർമാറ്റ് കിട്ടുമോ നോക്കട്ടെ. PDF. ഐ നീഡ് PDF ഫോർമാറ്റ്. അതുവരെ ഇതിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് പേജ് നമുക്ക് ഇതിനകത്ത് ഈ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ ടേബിൾ ഓഫ് കണ്ടന്റ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പേജ് നമ്പർ അടക്കം. ആദ്യം യൂണിറ്റ് ഓവർവ്യൂ ഉണ്ട്, SCRT ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്, കരിക്കുലം അനാലിസിസ് ഉണ്ട്, കണ്ടന്റ് സമ്മറി ഉണ്ട്, പീരീഡ് വൈസ് ലെസൺ പ്ലാൻ, യൂണിറ്റ് ഓവർവ്യൂ. PDF റെഡി ആയിട്ടുണ്ട്. PDF ആണ്. ഡൗൺലോഡിൽ PDF ആണ്. യെസ്. ഇപ്പോഴല്ലേ വായിക്കാൻ സുഖം. ഓക്കെ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക്
വേർഡ് ഫയല് ഈ കമ്പ്യൂട്ടറിന്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഓപ്പൺ ആവാറ്. ഞാൻ അതുകൊണ്ട് PDF ആക്കി. PDF ആക്കിയിട്ട് അതിനെ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. എല്ലോ ഇതാ കിടപ്പുണ്ടേ. കരിക്കുലം അനാലിസിസ്, കണ്ടന്റ് സമ്മറി, ഡീറ്റെയിൽഡ് പീരീഡ് വൈസ് ലെസൺ പ്ലാൻ. പീരീഡ് 1 to 3. വാമപ്പ് ആക്ടിവിറ്റി, conduct a trial run with one team, allow learners to experience the game flow. ഇതെല്ലാം ഹാൻഡ് ബുക്കിന്റെയും കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഹാൻഡ് ബുക്കിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളായിരിക്കണം. യെസ് ടീച്ചേഴ്സ്, നമ്മളൊരു നല്ലൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ക്ലോഡാണ് നമ്മളൊക്കെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തന്നത്. ഹൈക്കു എന്ന് പറയുന്ന അതിന്റെ തന്നെ ഏറ്റവും താഴത്തെ വെർഷനിലായിരുന്നു ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. വളരെ കുറച്ച് കണ്ടന്റ് ആക്കുന്നത് നമ്മൾ പഠിച്ചു. ChatGPT കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് PDF അറ്റാച്ച് ചെയ്ത് കംപ്രസ് ചെയ്ത് കുഞ്ഞനാക്കി ഏറ്റവും സിമ്പിൾ ആക്കി വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതിനെ ഈ പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ക്ലാസ് റൂമിൽ കിടന്ന നമ്മുടെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് ഇതിനകത്ത് കൊടുത്തു. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? ChatGPT ടെക്സ്റ്റ് ഫയലാക്കി തന്ന സ്കൂൾ ടെക്സ്റ്റ്, ഹാൻഡ് ബുക്ക്, ഒരു റെഫറൻസ് ടീച്ചിങ് മാനുവലും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. റെഫറൻസ് ടീച്ചിങ് മാനുവൽ ഇത് കൊടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ഒക്കെ എല്ലാ സബ്ജക്റ്റുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ പല സബ്ജക്റ്റുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇതൊന്ന് പറയുക കേട്ടോ. ഇനി ഈ പറഞ്ഞത് ഇതിൽ ക്ലോഡിൽ മാത്രം വർക്ക് ചെയ്യുമെന്നല്ല, ഇത് ChatGPT-യിലും ജെമിനിയിലും ഒക്കെ നമുക്ക് ജെമിനിയാണ് അടുത്ത് നോക്കാനുള്ളത്. ജെമിനിയിൽ നമുക്ക് മലയാളം ടീച്ചിങ് മാനുവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ജെമിനി എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ക്ലോഡിൽ ചെയ്യാൻ പറ്റില്ലേ? ക്ലോഡിലും ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് കാരണം സമയം നോക്കി 1-2 തവണ കൂടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ക്ലോഡിൽ ഇത്തിരി സമയം പിടിക്കുന്നുണ്ടല്ലോ. ആ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ ക്ലാസ് റൂമിലേക്ക് വരാം. എന്തൊക്കെയാ നമുക്ക് ഉള്ള പ്രോംപ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് മലയാളം ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ പ്രോംപ്റ്റ് ഉണ്ട്. അതിന് ഞാൻ ജെമിനിയിൽ കൊടുക്കുകയാണ്. ഇനി കണ്ടന്റ് വേണമല്ലോ. കണ്ടന്റ് നോക്കട്ടെ. ക്ലാസ് റൂമിൽ ഇട്ട് തരാനും ഉണ്ട്. മലയാളം ടീച്ചിങ് മാനുവലിന് വേണ്ടിയിട്ടും ഇതുപോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏത് ക്ലാസ് ആണെന്ന് നോക്കട്ടെ. യൂണിറ്റ് 1. ഇത് കനകച്ചിലങ്ക 3-ാം ക്ലാസ്സിന്റെ കനകച്ചിലങ്കയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനെ ഈ കംപ്രസ് ചെയ്ത് 3 എണ്ണം ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് അറ്റാച്ച് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട്സ് സെക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം.
മറ്റ് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെയല്ല, ഇത് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു പൂർണ്ണത കിട്ടുന്നത്. നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഓണത്തിന് ജസ്റ്റ് കുറച്ച് ദിവസത്തിന് മുന്നേ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ഈ ഓരോ സബ്ജക്റ്റ് വൈസ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിന്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു സാധനം മനസ്സിൽ പ്ലാൻ ഉണ്ടേ. അപ്പോൾ നേരത്തെ നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കും. എവിടെയാണ് ടീച്ചിങ് മാനുവൽ? ഇംഗ്ലീഷ് അല്ല, മലയാളം. മലയാളത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന്. ഇത് ടീച്ചിങ് മാനുവലാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ഹാൻഡ് ബുക്ക്. മൂന്നിന്റെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് ഇത് ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടേ. അപ്ലോഡ് ഫയൽസ്. നിങ്ങൾക്ക് എവിടെ പോയിരുന്നാലും ആരും ലൈവായിട്ട് ഇത് ചെയ്തു തരത്തില്ല, ഇങ്ങനെ ക്ലാസ്സുകളെ. മിക്കവാറും വീഡിയോ റെക്കോർഡിങ്സ് തരാനാണ് സാധ്യത കൂടുതൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് പറഞ്ഞു തരാനായിട്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ സമയവും ഓരോ രീതിയിലാണ് AI പെരുമാറുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് ചെയ്ത സാധനം ഈ ക്ലാസ്സിൽ വന്നപ്പോൾ ചെറിയ ഒരു പ്രശ്നം കാണിച്ചു. പിന്നെ അത് ശരിയായി കിട്ടി. നമ്മൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണ് ഇവിടെ ഇവിടെ ഞാൻ ചെയ്ത് മൂന്നെണ്ണം അറ്റാച്ച് ചെയ്തു, പ്രോംപ്റ്റ് കൊടുത്തു. ഇതാ SCRT കേരള പദ്ധതി, പാഠ്യപദ്ധതി, പ്രൈമറി സ്കൂൾ ടീച്ചർ. ഫുള്ള് വായിക്കാൻ നിൽക്കില്ല, ഒന്ന് പെട്ടെന്ന് ഓടിപ്പോവാം. പിരീഡിന്റെ വിവരണം തന്നിട്ടുണ്ട്. കണ- പഠന ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്. ശേഷികൾ, നൈപുണികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, പ്രബോധന പ്രക്രിയ. കഴിഞ്ഞിട്ടില്ല, പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുക. ധാരണ നിർമ്മിതി. കറുത്ത ബോർഡിലെ പ്രവർത്തനങ്ങൾ. ബ്ലാക്ക് ബോർഡിൽ എഴുതേണ്ട കാര്യം തന്നു. ടീച്ചേഴ്സ് എന്ത് വിചാരിക്കുന്നു? നിങ്ങളുടെ മനസ്സിലൂടെയൊക്കെ എന്താണ് കടന്നു പോകുന്നത്? നമുക്ക് ഇതിനെ PDF ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്ത് താഴെയായിട്ട് പറഞ്ഞു കൊടുത്താൽ I need PDF ഫയൽ എന്ന് കൊടുത്താൽ, അപ്പൊ ഇതിന്റെ PDF ഫയൽ നമുക്ക് താഴെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി വേർഡ് ആണ് വേണ്ടെങ്കിൽ വേർഡ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ജെമിനിക്ക് പ്രത്യേകിച്ച് ഒരു സാധനമുണ്ട് ChatGPT എന്ന് അപേക്ഷിച്ച്. കാരണം ജെമിനിയുടെ ഡോക്യുമെന്റ് ആണല്ലോ ഇത്. അപ്പോൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞു ജെമിനിക്ക് മാത്രമേ ഉള്ളൂ. ChatGPT-യിൽ ഈ ഫീച്ചർ കാണില്ല. ChatGPT-യിൽ നമ്മൾ തയ്യാറാക്കിയ ഈ ഫീച്ചർ കാണില്ല. അല്ലെങ്കിൽ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ കൊടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ തയ്യാറാക്കി തന്നില്ലേ, ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് ഡോക്യുമെന്റ് ഫയലായിട്ട് ഗൂഗിളിന്റെ ഡോക്ക് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. വെയിറ്റ്. നാളെ ക്ലാസ് ഉണ്ടല്ലോ. നാളെ നമ്മൾ സമഗ്രയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ തയ്യാറാക്കിയ ടീച്ചിങ് മാനുവൽ സമഗ്രയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ചെറുതായിട്ട് AI യുടെ സഹായം
ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു ഡോക്യുമെന്റ് ഫോർമാറ്റിൽ കിട്ടി. ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റി. ഈ സാധനം ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ സംഭവം വന്നോണ്ട് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് കളർ അങ്ങ് മാറ്റി കൊടുത്താൽ ഇതിലെ ഹൈലൈറ്റ് കളർ എങ്ങനെയായിരുന്നു മാറ്റിയേ? ഞാൻ ആ ഓക്കെ. ഓക്കെ ടീച്ചേഴ്സ്, ഇനി നിങ്ങളുടെ ടേൺ ആണ്. പറയൂ, എന്തൊക്കെയാണ്? ഹലോ, 14 പേരുണ്ട്. സാർ ഇത് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത രീതിയിലുള്ളതാണോ കിട്ടുക ഒരേ പ്രോംപ്റ്റ് യൂസ് ചെയ്താലും? ആണ് ആണ് ആണ്, ചെറിയ വ്യത്യാസമൊക്കെ വരും. ചെറിയ വ്യത്യാസമൊക്കെ എങ്കിലും എക്സാക്ട് സെയിം ആയിരിക്കില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതും ടീച്ചർ അവിടെ ഇരുന്ന് ചെയ്യുന്നതും എക്സാക്ട് സെയിം ആയിരിക്കില്ല. ഓക്കെ. അതിപ്പോ ഒരു ഇതിൽ കാര്യം കൂടി സാർ, മാത്രം ഞങ്ങൾക്ക് ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ പ്രോംപ്റ്റ് കൂടി ഒന്ന് തരുമോ? തരാം തരാം. അതിന് അതിന്റെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോംപ്റ്റ് തയ്യാറാക്കാനുള്ള മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് വെച്ചോ. ടീച്ചർ ഇതിനെ ഇവിടെ അറ്റാച്ച് ചെയ്തു എന്നും വെച്ചോ. എൻ്റെ ഉണ്ട്, ഞാൻ ഒരെണ്ണം പെട്ടെന്ന് കാണിച്ചു തരാം. ന്യൂ ചാറ്റ് എടുത്ത് ഇതിന്റെ ഇടയിൽ പറയാമോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം. അപ്ലോഡ് ഫയൽ എടുത്ത് ഏതെങ്കിലും ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട്, എനിക്ക് ഇതുപോലൊരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം, അതിനുള്ള പ്രോംപ്റ്റ് തരൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. പിന്നെ ഞാനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഇൻസ്ട്രക്ഷൻ, ഇത് EBSന്റെ ഒരു അക്കാഡമിക് പ്ലാൻ. ഐ നീഡ് പ്രോംപ്റ്റ് prompt for creating similar academic master plan that I was attached എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് കിട്ടും. കയ്യിലൊരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ മറ്റേ ഈ ഡേ 3യുടെ ഭാഗമായിട്ടൊക്കെ പഠിച്ചില്ലേ, ഒരു പ്രോംപ്റ്റ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ ഇതാണ് പ്രോംപ്റ്റ്. പിന്നെ ഇത് പെർഫെക്റ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടി വരും. പ്രോംപ്റ്റ് കിട്ടി, ടീച്ചർ പറഞ്ഞ സാധനം കിട്ടി, ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഇതനുസരിച്ച് ഉള്ളത് നമുക്ക് തയ്യാറാക്കി കിട്ടാം. കോപ്പി എടുക്കുക, ഇവിടെ കോപ്പി കോഡ് കൊടുത്ത് ന്യൂ ചാറ്റ് കൊടുത്ത്. ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ടീച്ചറെ? അല്ല പിടിയുണ്ടാ? കൊണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കില്ല, അതിന് വിടാം. നമ്മൾ തയ്യാറാക്കാനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണ്ടി വന്നേക്കാം? ഇനി ഐഡിയ? എനിക്ക് തോന്നുന്നു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ടെക്സ്റ്റ് വയ്ക്കാം, അല്ലേ? ടെക്സ്റ്റും ഹാൻഡ് ബുക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന 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 മാസങ്ങളിൽ ഇന്ന 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 കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെ പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഇനി വരും, പിറകേന്ന് വരും. ഇത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചത്, ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കണം. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക, കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെയ്തു നോക്കുക.
ജൂൺ ജൂലൈ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ട് ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഫെബ്രുവരി മാർച്ച്. ടീച്ചർ ഹാപ്പി? ഓക്കെ സർ, താങ്ക് യു, താങ്ക് യു. ഇത്രയും ചെയ്തോളൂ. ആ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് എനിക്ക് എൻ്റെ പ്രോംപ്റ്റ് തരാൻ പറഞ്ഞു. ആ പ്രോംപ്റ്റ് വെച്ച് തയ്യാറാക്കി എടുത്തതാണ് ഇത്. ഇനി ഇതിനകത്ത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഏതൊക്കെ? ഈ പറഞ്ഞ പോലെ ഹാൻഡ് ബുക്കും ആ യൂണിറ്റ് മൊത്തത്തിൽ വേണ്ടി വരുമായിരിക്കാം. ഹാൻഡ് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ അറ്റാച്ച് ചെയ്ത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മോഡ്യൂളുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവുമെങ്കിൽ അതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്താൽ കൂടുതൽ നിലവാരത്തിൽ കിട്ടും. ടീച്ചേഴ്സ് പറയൂ, 13 പേരുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല ആരും. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു? ഇതിന് മുന്നേ AI വെച്ചിട്ട് ടീച്ചിങ് മാനുവൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ കണ്ടത്? കണ്ടത് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമായിരുന്നു. നഹാൻ സാർ. സാറേ, സാറ് പറഞ്ഞു തന്ന ഇതില് പ്രോംപ്റ്റ് ഉപയോഗിച്ച് അത് ചെറുതാക്കുന്നത് ഒരു പുതിയ അനുഭവമാണ്. അപ്പോ നമ്മൾ ഇതിന് മുന്നേ ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് 12 MB 24 MB ഒക്കെ ഉള്ള PDF അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ സാധനം പ്രോഡക്റ്റ് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇത് ചെറുതാക്കുന്ന ആ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ MB ലെസ് ദാൻ ആയി KB വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ. ഇനി ചെയ്ത് നോക്കുമ്പോഴാണ് ബാക്കി. തീർച്ചയായിട്ടും. യെസ് യെസ്, അതാണ് സാർ. അപ്പൊ സാർ ട്രൈ ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് സാറിന് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ AI വെച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വന്ന എന്റെ മുന്നത്തെ ബാച്ചുകാർക്കൊക്കെ ഈ പ്രശ്നം വന്നു. കാരണം ഞാൻ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തു. പക്ഷെ ഇവർക്ക് എനിക്ക് ഇത്ര യോഗട്ട് മനസ്സിലാവുന്നില്ല ഇവരെന്തുകൊണ്ട് ചെയ്യണ്ട. ഇവര് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ചിലര് ചെയ്ത് കാണി, പക്ഷെ വർക്കുകളൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്ന് രണ്ടുപേരെ വിളിച്ച് ചോദിച്ചു എന്ത് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയണേ, ഞങ്ങളിത് നോക്കി വരുമ്പോഴത്തേക്കും എന്റെ ഇന്നത്തെ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ നിങ്ങളുടെ ബാച്ചിന്റെ മുന്നത്തെ ബാച്ച് മുതലാണ് ഈ ടെക്സ്റ്റ് ഇത് പഠിപ്പിച്ചു തുടങ്ങി. ഞാൻ അങ്ങനെ ഞാൻ തന്നെ ഒന്ന് കംപ്രസ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി അങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോൾ ഒരു മാറ്റം വന്നു തുടങ്ങി. പക്ഷെ ഇതും പൂർണ്ണമല്ല, എനിക്കറിയാം. ഇനി ഇതിന്റെ തുടർ ക്ലാസ്സുകൾ കിട്ടിക്കഴിയുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൂടുതൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ വെച്ചിട്ടുള്ളത്. റിവിഷൻ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ ബാച്ചുകാർക്കൊക്കെ തുടങ്ങും. ഇപ്പൊ നാളെ കഴിഞ്ഞ് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം റിവിഷൻ ക്ലാസ്സിൽ. നമുക്കിത് ഈ വർഷം ഫുള്ള് മാർച്ച് വരെ നമുക്ക് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും എക്സ്പേർട്ട് ആവും എന്നാണ് വിശ്വാസം. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഇപ്പൊ നിങ്ങൾ 100 പേര് നമ്മൾ ഉണ്ടായിരുന്നതിൽ 13 പേരാണ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ച് പേരൊക്കെ ഈ മെനക്കിടാൻ റെഡി ആയിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് എന്തായിരുന്നാലും ഫലം കിട്ടും. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല എന്നല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. ഈ പോസ്റ്റർ തയ്യാറൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊരു 10 15 പേര് എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ലാസ്സിൽ വരുന്നത് കൊണ്ട്, അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി, അല്ലേ? ഇനിയും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ ക്ലാസ്സുകളിൽ, റിവിഷൻ ക്ലാസ്സുകളിൽ വരിക, സംശയങ്ങളൊക്കെ ചോദിക്കുക. ഇതൊന്നും ആയിട്ടില്ല, ഇതൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ടീച്ചിങ് മാനുവൽ കണ്ടു, നമ്മൾ ചെയ്തു. ഇതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ഞാൻ ചെയ്ത സെയിം കോപ്പി ചെയ്യുക. ഇങ്ങനെ ഓരോ ടീച്ചിങ് മാനുവൽ കാണുക. ഇത്ര എത്തിയാൽ ഓക്കെയാണ്. ഇതില് ഇപ്പൊ നമ്മളിപ്പോ സമഗ്രിയിൽ അപ്ലോഡ് ചെയ്യുമ്പോ ഇതിലുള്ള എല്ലാതും വേണ്ടല്ലോ. വേണ്ട വേണ്ട, ഇതിലിപ്പോ അതിലിപ്പോ നാളെ നോക്കാം. ഒരുപാട് നാളെ കാര്യങ്ങളുണ്ട്. നോക്കാം സാർ. അത് നമ്മൾ നാളെ പറയും. നാളെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI വെച്ചിട്ട് സമഗ്രയുടെ ഫീൽഡുകൾ മാത്രം ഇങ്ങ് തയ്യാറാക്കി തരാൻ പറയും. അപ്പൊ അതിനെ കോപ്പി ഓക്കെ. പേസ്റ്റ് ചെയ്താൽ മതി. എളുപ്പമല്ലേ? അതെ അതെ. യെസ് യെസ് സാർ. ഉം. പിന്നെ ഇത് വേർഡ് ഫയലിലോട്ട് മാറുന്നത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാമല്ലോ. അതെ 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 അതെ.
പിന്നെ ചില PDF നമുക്ക് അതേപോലെ ഇതില് സാറ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പറഞ്ഞ പോലെ യുണീക്ക് കോഡിന്റെ എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ. ചില വരും PDF വരും നമുക്ക് വരും. ഡയറക്റ്റ് ആയിരുന്നു കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. പക്ഷെ ചില PDF അതേപോലെ നമുക്ക് കോപ്പി പറ്റില്ല. പേസ്റ്റിനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. അതെന്തുകൊണ്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കാണ് എക്സാമ്പിൾ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന പേജ് മേക്കറിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോണ്ടാണ്. ഈ ഫോണ്ട് കോപ്പി ചെയ്ത് നമ്മളെ വെബ്സൈറ്റുകളോ ഇതുപോലുള്ള എവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇത് ഫുൾ വെബ്സൈറ്റാണ്. ഈ കാണുന്ന HTML സപ്പോർട്ട് ചെയ്യുന്ന ടെക്സ്റ്റുകളാണ്. അപ്പൊ അങ്ങനത്തെ ടെക്സ്റ്റ് മാത്രമേ ഇവിടെ സപ്പോർട്ട്. ടെക്സ്റ്റ് നിന്ന് കോപ്പി ചെയ്യണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേജ് മേക്കറിലും ഇങ്ങനെയുള്ള സാധനം ഇലുസ്ട്രേഷനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിന്റെ ഫോണ്ട് വേറെയാണ്. പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫോണ്ടിന്റെ എൻകോഡിംഗ് മെത്തേഡ് വേറെ, വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ഫോണ്ടിന്റെ പരിപാടി. അതുകൊണ്ടാണ് രണ്ടും വ്യത്യാസം. അതിനെ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടാൽ ഒരിക്കലും വർക്ക് ചെയ്യില്ല. നമ്മള് PDF ആക്കണത് തന്നെ, ഇതിനെയൊക്കെ PDF ആക്കിയെന്ന് വെച്ചോ, ഈ മലയാളത്തിനെയൊക്കെ നമ്മൾ PDF ആക്കിയിട്ട് അതിനെ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടാലും അതും വർക്ക് ചെയ്യില്ല. PDF ആയി കഴിയുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഇതങ്ങ് മാറും. അതുകൊണ്ടാണ് പ്രശ്നം. വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ എപ്പോൾ കോപ്പി ചെയ്തിട്ടാലും ഒരു ശല്യം കാണും. പിന്നെ നമുക്ക് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും കോപ്പി ചെയ്യും. അതും ഓക്കെ വെബ്സൈറ്റ് സാർ. ആണല്ലോ, സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണല്ലോ. ആ ഇടയ്ക്ക് ഒരു ടീച്ചർ മൈക്ക് എടുത്തിരുന്നല്ലേ. ഞാൻ എല്ലാ ദിവസവും പിന്നെ കൊടുത്തിട്ട് ടെക്സ്റ്റില് നമ്മുടെ ചാപ്റ്ററിന്റെ ക്ലാസ് ചാപ്റ്ററിന്റെ പേര് നമ്മൾ റെഫറൻസിന് ടീച്ച് മാനുവൽ കൊടുത്തില്ല. എന്നിട്ട് അത്രയും ഞാൻ ചെറിയ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ടീച്ചിങ് മാനുവൽ കിട്ടി. കിട്ടി. ഒരു ലെസൺ ഇപ്പോഴാണോ? പ്ലാൻ ആയിട്ട് തയ്യാറാക്കി ഇപ്പോ തരാൻ പറഞ്ഞു. ആ ആ ആ അപ്പൊ അതായത് നമുക്ക് ടീച്ചർ അധികം ചെയ്തത് ഞാൻ സംഭവങ്ങള് പറയട്ടെ. ടീച്ചർ ചെയ്തത് ഈ പ്രോംപ്റ്റിനകത്ത് നിന്ന് എല്ലാ ദിവസവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തു എന്നാണ് പറയണത് അല്ലേ? അങ്ങനെയല്ലേ അല്ല, ഉദ്ദേശിച്ചത്? ഞാനിപ്പോ എനിക്ക് ആവശ്യമായിട്ടുള്ള 1-2 യെസ് പഠന യെസ്, ലക്ഷ്യം കൊടുത്തു. മാത്രം കൊടുത്തു. ആ ആ ആ ക്ലിയർ ക്ലിയർ. അത്രയും മാത്രം കൊടുത്തിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ലെസൺ പ്ലാൻ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കിട്ടി. അതാണ് അധികം ടീച്ചർ ഒന്നും ഒന്ന് അപ്ലോഡ് ഷെയർ കൂടെ ചെയ്യണം ചെയ്യുന്നൊന്നുമില്ല. ടീച്ചറെ. ഇതൊന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണേ ഗ്രൂപ്പിൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനാണ്, മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്പ് ആവും. മറ്റാരെങ്കിലും? പത്മ ടീച്ചർ. ട്രൈ ചെയ്ത് നോക്ക്. വാട്സാപ്പിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. സംശയങ്ങൾ വരും, എന്തായിരുന്നാലും സംശയം വരും. നമുക്ക് ഈ ക്ലൗഡില് മറ്റേ ടീച്ച് മാനുവൽ മാത്രമാണ്, പോസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ പറ്റുമോ? ക്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ChatGPT ആയിട്ട് സെയിം തന്നെ. പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ഡിസൈനിങ്ങിൻ്റെയൊക്കെ ഇപ്പം വരുന്നതേ ഉള്ളൂ. അത് അതിൽ ഇതിനെ കണക്ട് ചെയ്താണ് ചെയ്യുന്നത്. ഈ ക്ലൗഡിൽ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ക്യാൻവയിലോട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ക്ലൗഡ് കൂടുതലും ഇങ്ങനത്തെ ഡാറ്റയൊക്കെ തയ്യാറാക്കി തരിക, ഹൈ എൻഡ് ആയിട്ടുള്ള റിസർച്ച് ഫുൾ റിസർച്ച് ചെയ്ത് തരും. ഇതുപോലത്തെ ഇനി വേണമെങ്കിൽ ടീച്ചറിന് 1ാം ക്ലാസ്സിലെ നോട്ട്ബുക്കുകളൊക്കെ തയ്യാറാക്കണമെങ്കിൽ ക്ലോഡ് വെച്ചിട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കും. അതായത് ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കൂടുതൽ ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലോഡ് വെച്ചിനെ കൊണ്ട് ചെയ്യിക്കാം. ടീച്ചർ പറഞ്ഞ പോസ്റ്റർ പോലുള്ള ഒരു സിമ്പിൾ പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ ChatGPT ആണ് നല്ലത്, അല്ലെങ്കിൽ ജെമിനിയാണ് നല്ലത്. ചെറിയ ചെറിയ ജോലികൾ ChatGPT-യിലെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഇങ്ങനത്തെ ഹൈ എൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കൂടുതൽ വർക്കുകളും കൂടുതൽ ക്വാളിറ്റി വേണ്ടതും ഒക്കെ നമ്മൾ ഇതിനെ കൊണ്ട് ചെയ്യും. സമയമെടുത്തും പതുക്കെ ചെയ്ത് തരുമെങ്കിലും പക്ക സാധനം കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ ലിമിറ്റ് പെട്ടെന്ന് തീരും. നല്ല കാശാണ് ഇവരുടെ ഇതിനൊക്കെ. 1800 ഏറ്റവും ചെറിയ പ്ലാൻ. അതിന്റെ സെക്കൻഡ് പ്ലാൻ 18,000 രൂപയൊക്കെയാണ്. ഈ കമ്പനികളൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഈ ക്ലോഡ് വന്നിറങ്ങിയപ്പോൾ തന്നെ കുറെ കമ്പനികളുടെയൊക്കെ ഈ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഈ ജോലി പോയി, ഒരു കമ്പനിയുടെ ഷെയർ കൊണ്ടുവച്ച് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് അത് ഈ കമ്പനിയാണ് ക്ലോഡ്. ഒരു ആന്റിവൈറസ് കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് ഒറ്റയടിക്ക് ഇടിഞ്ഞ് താഴോട്ട് വരും. IT എല്ലാം ആഴ്ച താഴത്ത്. അതിന് കാരണം ഈ ക്ലോഡ് ആയിരുന്നു. ഇവര് ക്ലോഡ്
എത്രയോ മിസ്റ്റേക്ക് കണ്ടെത്തി. ആ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യണമാണല്ലോ. അതിന്റെ കുറേ മിസ്റ്റേക്സ് ക്ലോഡ് വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടെത്തുകയും അങ്ങനെ ആ കമ്പനിയുടെ ഇടിഞ്ഞു താഴെ പോവുകയൊക്കെ ചെയ്തു. അപ്പൊ അത്രയും പവർഫുൾ ആണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കക്കാരാണ്, പഠിക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും. എല്ലാ AI ടൂളുകളും ഇതാവുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ChatGPT, ജെമിനിയും ക്ലോഡും. നമ്മുടെ ആയുധപ്പരയിൽ ഒരു ടൂളും കൂടെ ആയല്ലോ. ട്രൈ ചെയ്ത് നോക്ക് ടീച്ചർ. അതിനെ അന്ന് ഇതിനകത്ത് ഒന്ന് ഓരോ വർക്ക് ചെയ്ത് നോക്കാൻ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കി തരും. ഞാൻ ഇതിൽ ടെക്സ്റ്റ് രൂപത്തിലാക്കിയിട്ട് കോപ്പി ചെയ്ത് ChatGPT കൊണ്ടുപോയി ഇമേജ് രൂപത്തിലാക്കി. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തു. മലയാളമൊക്കെ തെറ്റിക്കൂടാതെയൊക്കെ കിട്ടുന്നുണ്ട്. ഡൗട്ടുകൾ ഉണ്ടോ ഇനി? എന്തായാലും എന്ത് ടീച്ചർ? എന്തായാലും സാറിന്റെ ക്ലാസ് കൊണ്ട് AI ഉപയോഗിക്കാനുള്ള ഒരു ടെൻഷനും പേടിയൊക്കെ അങ്ങോട്ട് മാറി. മാറി ഞങ്ങൾക്ക് ഇച്ചിരി ഓൾഡ് ആയിരുന്നു. അപ്പൊ ഉം. ഇതൊക്കെ ചില മിഥ്യാധാരണകളൊക്കെ ഉണ്ടായിരുന്നു AI ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ സാറിന്റെ ക്ലാസ് കൊണ്ട് ആ AI ഉപയോഗിക്കാനുള്ള ഒരു പേടി മാറി. പേടിയൊക്കെ അങ്ങ് മാറി. ഉം. അതെ. വിട്ടുകളയരുത്. സാധാരണ പറ്റണതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്ലാസ് കഴിഞ്ഞല്ലേ, ഇനി മതിയാക്കാം. അങ്ങനെ ചെയ്യാതെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റണം. എന്തെങ്കിലും നമ്മുടെ നമുക്ക് വർക്കുകൾക്ക് പഞ്ഞമില്ലല്ലോ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി വർക്കുകൾ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കുറെ വർക്കുകൾ ഇതുകൊണ്ട് ചെയ്യും. ക്ലാസ്സിൽ നോട്ട് തയ്യാറാക്കുമ്പോൾ കുറേ കൊണ്ട് തന്നെ നമ്മൾ തന്നെ ചെയ്യുള്ളൂ. അതിനെ ഉൾപ്പെടുത്തും എന്ന് വാശിയോടുകൂടി ചെയ്താൽ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ പുറകിലോട്ട് പോവും. ഇപ്പൊ കേൾക്കുന്ന ന്യൂസുകളൊക്കെ പേടിപ്പിക്കുന്ന ന്യൂസുകളാണ്. ഓരോ ദിവസത്തെ വാർത്തകളിലും ഈ ആളുകളുടെ ജോലികളൊക്കെ ചടപടാന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏടെ ഓരോ ഘട്ടങ്ങൾ വരുന്നതുകൊണ്ട് നമുക്കും അതിന്റെ കൂടെ പോത്തണമെങ്കിൽ നമ്മൾ പഠിച്ച് ഒന്ന് കയറി വരണം. അപ്പൊ നമുക്ക് നാളെയാണ് അടുത്ത ക്ലാസ്. നാളെ സമഗ്രയിൽ എങ്ങനെ ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് ടീച്ചിങ് മാനുവലാണ് പഠിച്ചത്. നാളെ ടീച്ചിങ് മാനുവൽ സമഗ്രയ്ക്ക് പറ്റുന്ന രീതിയിൽ മാറ്റിയിട്ട് നമ്മൾ വരക്കാം. ഓക്കെ, പിരിയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് ആരും ഗുഡ് നൈറ്റ് തരില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.